Hello, welcome to Return of the Manhwa at Manhwa. ഇത് ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. പക്ഷെ ഒറ്റ ഒരാൾക്ക് പോലും ഈ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ ഒടുവിലത്തെ വഴിയായിട്ടാണ് ഞാൻ ഈ ലെറ്റർ നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങൾക്ക് ഈ അസുഖത്തെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. ആരാണോ എൻ്റെ അച്ഛൻ്റെ ഈ അസുഖത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരുന്നത് അയാൾക്ക് ഞങ്ങളുടെ ഈ എൻഹ്വ മർച്ചന്റ് ഗിൽഡ് വലിയൊരു റിവാർഡ് തന്നെ തരും. ഞാൻ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. സിൻസിയർലി ഗ്രോങ്വേ വാങ്, എൻഹ്വ മർച്ചന്റ് ഗിൽഡ് മാസ്റ്റർ. ഒരു സാധാരണ ഡോക്ടറിനെ കൊണ്ട് ഉറപ്പായിട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഡീമൻസ് ഫ്ലവർ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിസണിങ് ആണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെയായിരിക്കും ഡോക്ടേഴ്സ് ഒരു പോയിസൺ എങ്ങനെയാണോ ക്യൂർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ക്യൂർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് ഇത്രയും ടെൻഷൻ വരാൻ കാരണം ഈ ഡീമൺ ഫ്ലവർ എമിലി ഡീമൺ സെറ്റിലെ ടെക്നിക്ക് വെച്ച് ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ മാത്രമാണ് ഇത് വരുള്ളൂ. ആ ഡീമൺ സെറ്റ് അവരായിരിക്കും ഇതിന് പിന്നെ. ഞാൻ ഓർത്തു ആ ഡീമൻസ് ക്വിൻലിയ മൗണ്ടനിൽ തീർന്നു എന്ന്. എന്നിട്ട് അവരിപ്പോഴും ഉണ്ടോ? പ്രശ്നം എന്തെന്നാൽ അവർ ജീവനോടെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവരെന്തോ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് സോങ്യാങ് റീജിയനിൽ. പക്ഷെ സീരിയസ് ആയിട്ട് അവർക്ക് ഞങ്ങളുടെ മോങ്ക സെറ്റിലേക്ക് ഇത്രയും വലിയൊരു പകയുണ്ടോ? അവരെന്തിനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം തരുന്നത്? സോങ്യാങ് റീജിയനിൽ അത്രയും ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ എൽഡ്രവാങ്ങിനെ എന്തിനാണ് അറ്റാക്ക് ചെയ്തത്? പക്ഷേ ഇത് കുഴപ്പമാണോ? ഈ ലെറ്റർ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഡീമൺ ഫ്ലവർ ആണ്. പക്ഷേ അത് നേരിട്ട് കണ്ടാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് ഉപരിയായിട്ട് അവർ തരാമെന്ന് പറഞ്ഞ റിവാർഡ് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. ജോബിൽ പറഞ്ഞതനുസരിച്ച് എൻഹ്വ മർച്ചന്റ് ഗിൽഡ് നല്ല വരെ കാശുള്ളവരാണ്. അങ്ങനെയുള്ളവരൊരു ട്രെമൻഡസ് റിവാർഡ് തരുമെന്ന് പറയുമ്പം അത്ര ഗ്രേറ്റ് എന്ന് പറയാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ച ശേഷം സോങ്യും റീജിയനും ടീം സെറ്റുമായിട്ട് 100 വർഷമായിട്ട് യുദ്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീമൺ ഫ്ലവറിനെ കുറിച്ച് ഒത്തിരി പേർക്കൊന്നും അറിയത്തുമില്ല. അറിയാവുന്നവരെയൊക്കെ വലിയ ഡീമൻ ക്വിൻലിയ മൗണ്ടൻ വെച്ച് തീർത്തു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ചിലവരൊക്കെ കാണുമായിരിക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവർ. അങ്ങനെയുള്ളവർ ഈ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ഇതും പറഞ്ഞാൽ നമ്മുടെ എൻസിയാണ് അങ്ങോട്ടേക്ക് ഓടിപ്പോന്നു. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയിലെ നമ്മുടെ ഡിസിപ്പിൾസ് അല്ലെയാണ് മോഹയിലേക്ക് തിരിച്ചു വരുന്നത്. അവർക്ക് ഹോം പ്രീക്ഷയിൽ നമുക്ക് താമസിക്കുന്ന സ്ഥലം ഉണ്ടാക്കിയതൊന്നുകൂടെ. ഇത്രയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇപ്പം ഈ മല കയറി ഇറങ്ങും ചെയ്യണം. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ ദിവസം തോറും ഇവൻ കൂടുതൽ മെച്ചറാകുമെന്ന്? സാങ്ക്യം, ഇത് എമർജൻസി ആണ്. ചൂമിയും ആണെങ്കിൽ എന്റെ പുറകെ പെട്ടെന്ന് വന്നേ സംഖ്യം. അവനോട് ഇല്ല, അവനോട് പോയി. അതല്ല, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നോക്കി. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണില്ല, ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ എന്തേലും എക്സ്ക്യൂസ് സാംസൂക്കിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുക. പിന്നെ ഞാൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർന്നു. സോ ഉറപ്പായിട്ടും ട്രെയിൻ ചെയ്യാൻ പറഞ്ഞേക്കല്ലേ. ഈ ഡാം ചൂമി നമ്മൾ എന്ത് ചെയ്യും സാമ്യം? ഇപ്പോഴത്തേക്ക് ഈ മറ്റുള്ളവരാരും ഇതിനെ പറ്റി ഒന്ന് പറയാതെ നോക്കിയോ. പക്ഷെ ഇത് വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ പറഞ്ഞില്ലേ അവൻ കുറച്ച് ദിവസത്തേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന അത്രയും ഹൈഡ് ചെയ്ത് വെക്കാം. ഇന്നത്തെ പോലെ അവര് പ്രത്യേകിച്ച് അവനെ നോക്കി നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവര് ഇത് കണ്ടുപിടിക്കില്ല. ചിലപ്പോൾ അവരറിയാതെ തന്നെ നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാം. എനിക്കറിയില്ല അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നീ അതാണോ വിഷമിക്കുന്നത്? പക്ഷെ ഞാനിപ്പം വേറൊരു കാര്യം ഓർത്താ വിഷമിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് അവൻ ഇത്രയും ദിവസത്തേക്ക് മാറി നിൽക്കുന്നതിനകത്ത് എന്തോരം വലിയ ട്രബിൾ ആയിരിക്കും അവൻ ഇനിയും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ MC ആണെങ്കിൽ സോങ്യാങ് റീജിയനിലേക്ക് പോകുന്നതാണ്. ഒരു ഫോറസ്റ്റിലൂടെ കുറച്ച് ഞാൻ ശ്വാസം വിട്ടട്ടെ. 300 മൗണ്ക സെറ്റിൽ നിന്നും ഇവിടേക്ക് ഓടിയ ശേഷം ഞാൻ മടുത്തുപോയി. ഇപ്പോഴും ഈ ബോഡിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല. ഇതെന്റെ ഇപ്പം പാസ്റ്റ് ലൈഫ് ആയിരുന്നെങ്കിൽ ഒരു ഒറ്റ ജമ്പിൽ തന്നെ എനിക്ക് എൻ്റെ മൗണ്ടൻ കവർ ചെയ്യായിരുന്നു. ഇപ്പം നടക്കുവാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ സോങ്യാങ് റീജിയനിൽ എത്തായിരുന്നു. എനിക്കിപ്പോൾ ഒരു കോൾഡ് വാട്ടർ കിട്ടിയായിരുന്നെങ്കിൽ എന്തായാലും കുറെ നാളെ ഇവിടെ വന്നിട്ട് സിയാൻ സിറ്റി. എനിക്ക് ഈ സ്ഥലമായിട്ട് കുറെ മെമ്മറീസ് ഉണ്ട്. കാണിക്കുന്നത് നമ്മുടെ MC പാസ്റ്റ് ആണ്. അവിടെ MC ആണെങ്കിൽ കള്ളൊക്കെ കുടിച്ച് അതിലേക്ക് നടന്നു പോകുന്നു. ഈ സാഹുവിന്റെ കണ്ണി കാണാതെ കള്ളം കുടിച്ചിങ്ങനെ വിറക് നടക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അവിടെ നമ്മുടെ MC ആണ് ഒരാളുടെ മേത്തേക്ക് തട്ടുന്നു. അപ്പോൾ ആ ഡ്രിങ്കാണ് നിലത്ത് വീഴുന്നു. ഒരാളെ ഇടിച്ചു കഴിഞ്ഞിട്ട് അയാളത്തൊന്നും ക്ഷമ ചോദിക്കത്തില്ല നിനക്ക്? ഞാൻ ഓർക്കുമായിരുന്നു ഈ ചീഞ്ഞ പ്ലംബിനെ നാട്ടെ എവിടുന്നായിരുന്നു. ഇത് മോൺക സെറ്റിൽ നിന്ന് ഒരാളുടെ അടുത്തു നിന്നായിരുന്നല്ലേ? അതെടുക്ക്. എന്ത്? മോൺക സെറ്റിലെ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവർക്കൊരു ബേസിക് മാനേഴ്സ് പോലും ഇല്ല. അപ്പം ഈ ഗ്രേറ്റ് സാധീൻസ് വെച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്താ സംഭവിക്കാൻ പോകുന്നത്. മറ്റുള്ള ഒരാളുടെ സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ നമ്മുടെ MC ആണെങ്കിൽ എന്നിട്ടാണെങ്കിൽ ആ ഡ്രിങ്കുള്ള ഗോൾഡാണ് അങ്ങോട്ടേക്ക് തട്ട് തൊഴിക്കുന്നു. അത് നേരെ പറന്നു പോകുന്നു. പക്ഷേ ആ ഗോൾഡ് പറന്നു പോകുന്ന അതേ ഒപ്പം സ്പീഡിലാണ് നമ്മുടെ MC ആണ് അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് ഡിഫീറ്റ് ചെയ്യുന്നു. എന്നിട്ട് MCയുടെ കയ്യിലേക്ക് ആ ഗോൾഡ് വന്ന് വീണപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിലത്ത് വീഴുന്നു. ഈ മൗണ്ക സെറ്റും സദേൻ സെറ്റും സോൺ എനിമീസ് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തുകൊണ്ടല്ല എനിമീസ് എന്ന്? കാരണം നാച്ചുറൽ ആണ് ഗേറ്റ് സെറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിമീസ് ആകുന്നത്. ഗേറ്റ് സദേൻ സെറ്റ്, ഗേറ്റ് മൗണ്ക സെറ്റ്. അതിലും ഉപരിയായിട്ട്
ഈ 2 സെറ്റും ടോയിസ്റ്റ് സെറ്റാണ്. അവർ രണ്ടും സോർട്ട് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഏതാണ്ട് നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. എപ്പോഴൊക്കെ ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ സോർട്ട് ഡുവൽ വെച്ച് അത് തീർക്കും. കാരണം ഇത് 2 സെറ്റുകൾ തമ്മിലുള്ള അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മൗൺഫസിലെ പലരും സദേൺ സെറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. അതിനർത്ഥം അവർ ഷാൻസിലേക്ക് പോകുന്നത് ഒഴിവാക്കും. പക്ഷേ അതെനിക്കങ്ങനെയല്ലായിരുന്നു. കാരണം ഷാൻസി ആയിരുന്നു പെർഫെക്റ്റ് പ്ലേസ്. എനിക്ക് അവിടെ അലമ്പി നടക്കാൻ പറ്റിയത് സാഹിൻ അറിയാതെ. അതുകൊണ്ട് തന്നെ അവിടെ കുറെ അധികം പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനല്ല ഇത് തുടക്കം ഇട്ടത്. അവരെല്ലാം ഇങ്ങോട്ട് വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത്. സീരിയസ്ലി ഞാനിപ്പോ ഓർക്കുന്നു അവരെന്താ പ്രസിസ്റ്റന്റ് ആയിരുന്നു. അവരെ മരിക്കാൻ അത്രയും തല്ലിയായും അവർ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഭ്രാന്തന്മാരായിരുന്നു അവരെ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ചാർജ് ചെയ്ത് അറ്റാക്ക് ചെയ്യും, ഒന്നും ആലോചിക്കാതെ. മൗൺഫസിറ്റ് എന്നുള്ള ആളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യും. പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും അവരിപ്പോൾ ഗ്രേറ്റ് ആകാൻ കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ നേരിട്ട് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമുണ്ടായില്ല. കാരണം പണ്ടത്തെ പോലെ അവരെന്നെ ആക്റ്റീവായിട്ട് നോക്കെടുക്കൊന്നുമല്ലല്ലോ. ഇത് കാണിക്കുന്നത് നമ്മുടെ എൽഡർ വാങ്ങിയാണ്. ഇതല്പം പാടാണ്. നിങ്ങൾ പറയുന്നത് സിൻചാൻ ടാങ് ഫാമിലി മാസ്റ്റർ ഓഫ് പോയിസൺ എന്നറിയപ്പെടുന്ന ഫാമിലിക്ക് പോലും എന്റെ അച്ഛനെ ക്യൂർ ചെയ്യാൻ പറ്റില്ലെന്നാണോ? കാര്യം ഞങ്ങളുടെ ഫാമിലി പോയിസൺ മാസ്റ്ററിയില്ല, ലോകത്തിലെ തന്നെ ബെസ്റ്റ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രശ്നം പോയിസൺ കാരണമല്ല. എന്ത് നിങ്ങൾ പറയുന്നത്? ഇദ്ദേഹം പോയിസണിന്റെ അല്ലെന്നാണോ? ഇദ്ദേഹത്തിന്റെ ഈ കറണ്ട് കണ്ടീഷൻ കണ്ടിട്ട് പോലും കാണുമ്പോൾ ഒരു പോയിസൺ ഞാൻ തോന്നിയാലും ഇത് പോയിസൺ അല്ല, ഇത് വേറെന്തോ ഒരു കുഴപ്പം കൊണ്ട് വന്നേക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ മകൻ ടാങ് ഫാമിലിയിലെ ആളുടെ എഴുത്ത് പിടിച്ചിട്ട്. പിന്നെ എന്ത് ഡിസീസാണിത്? പെട്ടെന്ന് മനസ്സിലായി ചെയ്ത കാര്യം തെറ്റാന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഡോക്ടറാണെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പോഴത്തും ഉണ്ടായ വിഷമത്തിൽ ഞാൻ ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്കും പ്രത്യേകിച്ച് ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? അച്ഛൻ്റെ ഈ കണ്ടീഷൻ കൂടിക്കൂടി വരികയാണ്. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ എൻ്റെ ലൈഫും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്നിട്ട് അദ്ദേഹം ഇത്രയധികം സഫറിങ്ങിലൂടെ മരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് ഒരാൾ കയറി വരുന്നു. മോക് സിയോങ് കി, ഒരു സദേൺ എക്സിറ്റിലെ എൽഡർ. മാസ്റ്റർ, സത്യം അക്സെപ്റ്റ് ചെയ്യാനുള്ള നിമിഷമായിരിക്കുന്നു. എൽഡർ വാങ്ങിന്റെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി ടോസ് റിച്വൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൽഡർ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇതത്ര കോമൺ ആയിട്ട് കാര്യമൊന്നുമല്ല. ഗ്രേറ്റ് സദേൺ സെറ്റിലെ സെക്യുലർ റിച്വൽ പെർഫോം ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾക്ക് ഈ ഗ്രേറ്റ് പ്രിവിലേജ് കിട്ടാൻ തന്നെ കാരണം അദ്ദേഹം ഇൻഫോം മർച്ചന്റ് ഗിൽഡിലെ ഒരു എൽഡർ ആയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഇതുവരെയായിട്ടും ഞാൻ സെൻഡ് ചെയ്ത ലെറ്റേഴ്സിന്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. എനിക്കത് കിട്ടി കഴിയുമ്പോൾ ഞാൻ ഒരു ഡിസിഷൻ എടുക്കും. വേറെ എന്തിനാണ്? സോ ഇംപൊളൈറ്റ്, ഒരു റെസ്പെക്റ്റും ഇല്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും ചെയ്യാത്തതിന്റെ കാരണം ഇദ്ദേഹം സദേൺ സെറ്റിലെ ഒരു എൽഡർ ആയിട്ട് മാത്രമാണ്. സദേൺ സെറ്റ് കാലങ്ങളായി 10 ഗേറ്റ് സെറ്റായിട്ട് തുറന്നുകൊണ്ട് പോകുന്ന സെറ്റ്. ഇവർ ഇങ്ങനെ തന്നെ തുടർന്നു പോയി കഴിഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവരുടെ ഈ സെറ്റ് ലോകത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് സോർട്ട്മാൻഷിപ്പ് സെറ്റായി മാറും. ഈ സദേൺ സെറ്റിന് ഷാൻസിയിൽ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഈ സജഷൻ പറയുമ്പോൾ മർച്ചന്റ് ഗിൽഡിന്റെ സണ്ണിന് എതിർക്കാൻ ഒരു അവകാശമില്ല. ഈ റിച്വൽ ചെയ്യുന്നതിന് പകരമായിട്ട് അവരെന്തായാലും മാസീവായിട്ടുള്ള ഫോർച്യൂൺ തന്നെ ചോദിക്കും. പൈസ വിഷയമല്ല. എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ സകല സ്വത്തും കൊടുക്കാം. പക്ഷെ അവർക്ക് എൻ്റെ അച്ഛനെ ക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആദ്യം അവർ ക്യൂർ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് പൈസ ചോദിക്കുള്ളൂ. പക്ഷെ നേരത്തെ തന്നെ ചോദിക്കുന്നതിനർത്ഥം വേറെന്തോ പ്ലാൻ ഉണ്ടെന്ന്. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആർക്കാണ് നിങ്ങളുടെ അച്ഛനെ ക്യൂർ ചെയ്യാൻ പറ്റുക? മോസ്റ്റ് സ്കിൽഡ് ആയ ഡോക്ടറിന് പോലും പറ്റുന്നില്ല. യങ് മാസ്റ്റർ എന്താ കുഴപ്പം? അത് മൗൺഫസിറ്റിലെ ഒരാൾ നിങ്ങളെ കാണണമെന്ന് പറയുന്നു. മൗൺഫസിറ്റ് ആയിരുന്നു ലാസ്റ്റ് പ്ലേസ് ഞാൻ ആ ലെറ്റർ കൊടുത്തത്. ഒരു കണക്ക് വെച്ച് അതിപ്പോ എത്തിക്കാണുകയുള്ളൂ. പക്ഷെ അവരപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ആളെ അയച്ചോ? ആ തകർവായ സെറ്റ് അവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ച് കാണും. അവരെന്താ വിചാരിച്ചേക്കുന്നത് ഈ പ്ലേസ് ഏതാണ്? യങ് മാസ്റ്റർ, ഇത് വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രമാണ്. അവനെ കാണേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൗൺഫസിറ്റ് എന്നാൽ വാങ്ങിനെ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന്? ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ അവരെത്തിയേക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ ഒന്ന് കാണുക പോലും ചെയ്യാതെ തിരിച്ചയക്കണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും കേട്ടിട്ട് എല്ലാം അങ്ങോട്ട് മാറിയുന്നു. മൗൺഫസിറ്റിയിൽ നിന്ന് വന്ന ആളെന്തേ? അദ്ദേഹം ആ എൻട്രൻസിലുണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന ഒരാളെ നീ എൻട്രൻസിലാണ് എത്തിക്കുന്നത്. നമുക്ക് ധൃതി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് കാണിക്കണം. ഞാൻ അദ്ദേഹത്തിനെ അകത്തേക്ക് വിളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായില്ല. ഒന്നേക്ക് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യാം. ആയിട്ട് വാതിൽ തുറന്നു. എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറിയെന്ന് ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ജോങ്വേ വാങ്, യങ് മാസ്റ്റർ ഓഫ് ഇൻഫോം മർച്ചന്റ് ഗിൽഡ്. പണ്ട് നമ്മുടെ MC പറയുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ റെസ്പെക്ട് കിട്ടണമെന്ന് ഞാൻ ആലോചിച്ച് പോലും നോക്കില്ല. ഇത്രയും ചെറിയ കാര്യമുള്ളൂ. കണ്ടിട്ട് നമ്മുടെ മർച്ചന്റ് ആണെന്നോ തല പൊക്കി നോക്കിയപ്പം മറ്റുള്ളവർക്ക് എന്ത്? ഞാൻ ഒറ്റയ്ക്കാ വന്നേ. എന്ത് കേട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പിന്നെ എനിക്ക് എല്ലാം വാങ്ങിനെ ക്യൂർ ചെയ്യാനുള്ള വഴിയും അറിയാം. പിന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞ ട്രെമൻഡസ് ആയിട്ടുള്ള റിവാർഡ് ഒന്ന് കാണണം. ഇതെല്ലാം കേട്ട് നമ്മുടെ യങ് മാസ്റ്റർ ആണെങ്കിൽ ഒന്ന് ഞെട്ടി നിൽക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവൻ ഈ പയ്യൻ